തിരുവല്ലയിൽ 10 വയസ്സുകാരനെ MDMA വിൽപ്പനയ്ക്ക് കൊറിയറാക്കിയെന്ന കേസ് കാരിയറാക്കിയെന്നാണ് അല്ലേ? കാരിയറാക്കിയെന്നുള്ളത് കെട്ടുകഥയാണെന്നാണ് പ്രതിയുടെ ഭാര്യ പറയുന്നത്. പോലീസിനെതിരെ പ്രതിയുടെ ഭാര്യ CWCക്ക് പരാതിയും കൊടുത്തിട്ടുണ്ട്. പോലീസ് വീട്ടിലെത്തിയതിന്റെ ദൃശ്യങ്ങൾ 24-ന് കിട്ടി. പിന്നെ അച്ഛൻ എന്തുവാ ശരിക്കും ഇതാക്കുന്നത്? അച്ഛൻ നിങ്ങളോട് ഇത് പത്രക്കാരന് പറ്റിയൊരു അബദ്ധമാണ്. അതിനെ ബാലൻസ് ചെയ്യിക്കാനും അവനൊരു പണി കൊടുക്കാനും വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. നാളെ ഇതൊരു വലിയ വാർത്തയാവും. മനസ്സിലായി? ഇന്നുണ്ടായത് ഈ പയ്യനെ അങ്ങനെ അവൻ ഇങ്ങനെ ചെയ്തത് അവനൊരു പണി കൊടുക്കാൻ വേണ്ടിയാണ്. മനസ്സിലായി? നാളെ ഇത് നല്ല വാർത്തയാണ്. ഇയാൾ നാളെ കേരളത്തിൽ ഇപ്പൊ നാളത്തെ ഈ വാർത്തയോടുകൂടി ഇയാളെ കിട്ടാവും. ഇയാളൊക്കെ സമൂഹത്തിനെതിരെ പോരാടുന്നത് അതിന്റെ പേര് പറഞ്ഞില്ല. നിർബന്ധിച്ച് വാങ്ങിയിട്ടൊന്നും അല്ല. ഞങ്ങൾ ഇതൊരു പിന്നെ ഇതിനെ ലെവൽ ചെയ്യിക്കാനാണെന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത്. അപ്പൊ ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്, എന്റെ മോനോ എനിക്കോ ഇതിനുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുതെന്ന് പറയുന്നുണ്ട്. അവർ പറയുകയും ചെയ്തു നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞപ്പോ ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ട് ഇന്നലെ പറഞ്ഞു മോനെ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ കൊണ്ടുവരണമെന്ന്. ഞാൻ പറഞ്ഞു മോൻ ഇതിനകത്ത് ഒരു ഭാഗമേ അല്ല. എന്റെ മോന്റെ സ്കൂളിനെ ബാധിച്ചു, നാട്ടുകാരെല്ലാം അറിഞ്ഞു. ഈ ഒരു ന്യൂസിന്റെ പേരിൽ ഞങ്ങളുമായിട്ട് പിണങ്ങി നിൽക്കുന്ന ഒരാളായത്. ഞങ്ങളുമായിട്ട് ഒരു കോണ്ടാക്ട് ഇല്ലാത്ത ഒരാളെ കുറിച്ചിട്ട് അയാളെ പിടിച്ചെന്ന് പറഞ്ഞാൽ ഞാനും എന്റെ മോനും ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടാ വായിച്ചു നോക്കി, പരാതി കൊടുത്തു. അതിനകത്ത് ഞങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്റെ മോനെ ജ്യൂസ് കുടിക്കാൻ കൊണ്ടുപോകുന്നതാ എന്ന് ഞാൻ പറഞ്ഞതാ. AV ജയശങ്കറാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ജയശങ്കർ, ഈ ദൃശ്യങ്ങളിൽ ആ വീട്ടിൽ സംസാരിക്കുന്നത് ഈ പോലീസ് ഉദ്യോഗസ്ഥരാണോ? അവര് എന്തെങ്കിലും ഒരു പരാതി എഴുതി വാങ്ങുകയാണോ ചെയ്യുന്നത്? ഇതിൽ ഈ കേസ് ഈ കുടുംബം, അതായത് ഈ കുട്ടിയുടെ അമ്മ അല്ലെങ്കിൽ ഈ പ്രതിയുടെ ഭാര്യ എന്താണ് ഇപ്പോൾ ആരോപിക്കാൻ ശ്രമിക്കുന്നത്, ഉന്നയിക്കാൻ ശ്രമിക്കുന്നത്? അതായത് വിജയകുമാർ, ഈ കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഇത്തരത്തിൽ തിരുവല്ലയിൽ 39-കാരനെ ഇത്തരത്തിൽ MDMA പിടിക്കുന്നു എന്നൊരു കേസ് വരുന്നത്. പിടികൂടിയതിനു ശേഷം തിരുവല്ല DYSP ഉൾപ്പെടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട വാർത്താസമ്മേളനം നടത്തി. ആ ഘട്ടത്തിലാണ് DYSP തന്നെ ഇത്തരത്തിൽ കുട്ടിയെ, ഈ 39-കാരൻ തൻ്റെ കുട്ടിയെ ഉപയോഗിച്ചുകൊണ്ട് MDMA കടത്ത് ഉൾപ്പെടെയുള്ള മയക്കുമരുന്ന് കടത്ത് നടത്തി. കുട്ടിയുടെ ശരീരത്തിൽ ഇത്തരത്തിൽ മയക്കുമരുന്നൊക്കെ വെച്ച് കെട്ടിക്കൊണ്ടായിരുന്നു ഇത്തരത്തിൽ ലഹരി ഉപയോഗം എന്നൊക്കെയുള്ള തരത്തിലുള്ള പ്രതികരണം നടത്തിയത്. അത് നമ്മൾ ഉൾപ്പെടെ വാർത്തയാക്കുകയും ചെയ്തു. അതിനുശേഷം അത് കഴിഞ്ഞുള്ള ഒരു ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട്, ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് മറ്റൊരു കേസെടുക്കുന്നത്. അതായത് ഈ കുട്ടിയെ ഇത്തരത്തിൽ ഉപയോഗിച്ചതിന് ബാലനീതി നിയമമൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു കേസ് പോലീസ് രജിസ്റ്റർ ചെയ്യുന്നു. ഈ പിതാവ് കുട്ടിയെ ഉപയോഗപ്പെടുത്തിയതിനുള്ളൊരു കേസാണ് പോലീസ് രജിസ്റ്റർ ചെയ്തത്. പക്ഷേ ആ കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ മാതാവ് ഇത്തരത്തിൽ പരാതിയുമായി രംഗത്ത് വരുന്നത്. അതായത് താൻ ഒരു ഘട്ടത്തിലും ഇത്തരത്തിൽ തൻ്റെ കുട്ടിയെ ഈ മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കടത്തുന്നതിന് ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. ഇത്തരം മൊഴി പോലീസ് വീട്ടിലെത്തുകയും ആ ഒരു ഘട്ടത്തിൽ പോലീസ് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും വരരുത്, കഴിഞ്ഞ ദിവസം വന്നത് മാധ്യമ പ്രവർത്തകർക്കൊക്കെ പറ്റിയൊരു പിഴവാണ് ആ വാർത്ത, നിങ്ങൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, എല്ലാം ഒന്ന് ശരിയാക്കണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തു തരണമെന്ന് പോലീസ് ആവശ്യപ്പെടുന്നു. അങ്ങനെ ആ പോലീസ് പറഞ്ഞ സ്ഥലങ്ങളിൽ പേപ്പറിൽ പോലീസ് എഴുതി തയ്യാറാക്കിയ മൊഴികളിൽ ഈ അമ്മ ഒപ്പിട്ട് നൽകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ആ ഒപ്പിട്ട് നൽകുന്നു. അതിനുശേഷം പോലീസ് പോകുന്നു. പിന്നീടാണ് പോലീസ് ഇത്തരത്തിൽ ഈ ബാലാവകാശ നിയമപ്രകാരമൊക്കെ പോലീസ് കേസ് എടുക്കുന്നത്. പിന്നാലെ ഇത് വലിയ, ഈ മാതാവിനും കുട്ടിക്കൊക്കെ വലിയ മാനസിക സംഘർഷങ്ങളിലേക്ക് ഈ വാർത്ത വലിയ തോതിൽ ബാധിച്ചു. കാരണം ഈ കുട്ടിക്ക് പരീക്ഷ ഉൾപ്പെടെ എഴുതേണ്ട സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുടുംബത്തെ സംബന്ധിച്ച് വലിയ മാനസിക സമ്മർദ്ദം ഉണ്ടായി. ഇവർ പല ഘട്ടങ്ങളിലും നമ്മളെ ഉൾപ്പെടെ ബന്ധപ്പെട്ട് ഈ വാർത്തയുടെ നിജസ്ഥിതിയൊക്കെ പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും അന്ന് ഈ മൊഴി മറ്റും രേഖപ്പെടുത്താൻ വീട്ടിലെത്തിയ പോലീസുകാരുടെ സംഭാഷണമാണ് നമുക്ക് CCTV ദൃശ്യങ്ങളിൽ നിന്നും വിജയകുമാർ ലഭ്യമായത്. അമ്മ പറയുന്നത് നിർബന്ധിച്ചാണ് എന്നൊക്കെയാണ്. അപ്പോൾ ഈ CCTV നമ്മൾ മുഴുവനായിട്ട് കാണുമ്പോൾ പോലീസിന് ഇങ്ങനെയൊക്കെ ഞെട്ടിച്ച് കഥ എഴുതിക്കാൻ പറ്റുമോ എന്ന് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് പോലീസ് അതിൽ പറയുന്നത്. നിങ്ങൾക്ക് മറ്റു കുഴപ്പമില്ലൊക്കെ ശരിയാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അന്ന് ഇത്തരത്തിൽ വാർത്ത പോയത്. മാധ്യമങ്ങൾക്ക് പറ്റിയ പിഴവെന്നാണ് പറയുന്നത്. പക്ഷേ അത് മാധ്യമങ്ങൾക്ക് പറ്റിയ പിഴവല്ല എന്നത് അന്ന് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകർക്കും അന്ന് ഇവിടെ ഉണ്ടായിരുന്ന പോലീസുകാർക്കും എല്ലാം അറിയാം. എന്തായാലും മാധ്യമങ്ങൾ തെറ്റായി വാർത്ത നൽകിയത് മാധ്യമങ്ങളുടെ പിഴവെന്നാണ്
പോലീസ് പറയുന്നത്. പക്ഷേ അതങ്ങനെയല്ല. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് CWCയുടെ ഒരു ഇടപെടലാണ് ഈ കുടുംബം ആവശ്യപ്പെടുന്നത്. കൃത്യമായി ഇതിൽ ഗുരുതരമായ വീഴ്ച പറ്റിയിട്ടുണ്ട്. ആ വീഴ്ചകളിൽ ഒരു നടപടിയാണ് ആവശ്യപ്പെടുന്നത്. ഈ തെറ്റായ വാർത്തകൾക്കെതിരെയും പോലീസിൻ്റെ ഇത്തരം പരാമർശങ്ങൾക്കെതിരെയുമൊക്കെയാണ് കുടുംബത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു ഇത് വന്നിരിക്കുന്നത്. CCTV SKN വിജയകുമാർ വളരെയധികം ഞെട്ടിക്കുന്ന ഒന്നാണ്. ഒരു പോലീസിൻ്റെ ഭാഗത്തുനിന്നൊരു പിഴവ് പറ്റുന്നു. ആ പിഴവ് ന്യായീകരിക്കുന്നതിന് വേണ്ടി വീണ്ടും ആ വീട്ടിൽ കയറി ചെല്ലുന്നു. ആ ഉമ്മയുടെ അടുത്ത് കാര്യങ്ങൾ എഴുതി വാങ്ങിക്കുന്നു. നിങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ടാകില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് എഴുതി വാങ്ങിക്കുന്നത്. അങ്ങനെ അത്തരത്തിൽ എഴുതി വാങ്ങി അത് പിന്നീട് വീണ്ടും മാധ്യമ വാർത്തകളാകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ എന്തായാലും CWC പരാതി നൽകിയിരിക്കുന്നത്. ജയശങ്കർ, ഇതിലൊരു സംശയം, ഇയാൾ മയക്കുമരുന്ന് കടത്തുകാരനല്ലേ പോലീസ് പിടിച്ചുകൊണ്ടുപോയ ആൾ? അതായത് വിജയകുമാർ ഇയാൾ മയക്കുമരുന്ന് കടത്തുകാരനാണ്, പോലീസിൻ്റെ സ്ഥിരം നിരീക്ഷണത്തിലുള്ള വ്യക്തിയാണ്. പക്ഷേ ഈ 39-കാരനുമായി ഭാര്യയും മകനും മാറി താമസിക്കാൻ തുടങ്ങിയിട്ട് 1 വർഷത്തിലധികമായി. ഇവർ ഒരുമിച്ച് ഒരു വീട്ടിലല്ല താമസിക്കുന്നു എന്നതാണ് ഇതിലെ പ്രധാന കാര്യം. ഇവർ മുമ്പ് ഒരുമിച്ചായിരുന്നു. പക്ഷേ ആ ഘട്ടത്തിൽ ഉൾപ്പെടെ ഇയാൾക്ക് ഇതുണ്ടായിരുന്നു, ഈ മയക്കുമരുന്ന് ഇടപാടുകളുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ മകനെ ഇത്തരം കടത്തുകൾക്ക് ഉപയോഗിച്ച തരത്തിൽ ചില സംശയം ഇവർ പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ പോലീസ് ഇത് വളരെ വിശദമായി മൊഴി രേഖപ്പെടുത്തി. പോലീസ് പറയുന്ന സ്ഥലങ്ങളിൽ ഇവർ ഒപ്പിട്ട് കൊടുത്തു. അത് ഇവരുടെ ഇത്തരം ഇനി വിവാദങ്ങളൊന്നും ഉണ്ടാകരുത്, പ്രശ്നങ്ങളൊന്നും ഉണ്ടാകരുത്, തനിക്ക് സുഖമായി ജീവിക്കാമെന്നൊരു ഒരു വിശ്വാസത്തിൻ്റെ പുറത്തായിരുന്നു അന്ന് അങ്ങനെ ഒക്കെ ചെയ്തു നൽകിയത്. പക്ഷേ അത് ഇവർക്ക് പിന്നെയും വിരയായി. പോലീസ് ഇത്തരത്തിൽ മകനെ ഈ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചു എന്ന തരത്തിലുള്ള ഇതിലേക്ക് സാധനം വ്യാഖ്യാനിച്ചു. എന്തായാലും ഇതിനെതിരെ മാതാവ് CWCയെ സമീപിച്ചിരിക്കുകയാണ്. പോലീസിൻ്റെ ഭാഗത്ത് ചില പിഴവുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ തുടക്കം മുതൽ ഈ വാർത്തയുടെ പിന്നാലെ ഉണ്ടായതുകൊണ്ട് പോലീസിൻ്റെ ഭാഗത്ത് ചില പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇനി ഇക്കാര്യങ്ങളിൽ കൃത്യമായ പരിശോധന വേണം. SK. Okay.